മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇങ്ങനെ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അവിടെ നിന്ന് നടന്നു പോകുമ്പോ പടച്ച റബ്ബേ, ഒരു മനുഷ്യനെ കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ കാണുകയാ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കമ്പോളത്തിൽ ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക ഖലീലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കമ്പോളത്തിൽ ഇരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ഏത് കമ്പോളമെന്നറിയോ? പടച്ചവനെ, ജനങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി കച്ചവടം നടത്തുന്ന ഏതെല്ലാം രീതിയിലൂടെ പടച്ചവനെ പണം സമ്പാദിക്കാൻ കഴിയുമോ, അത് ഹലാലാണോ ഹറാമാണോ, ഏതെല്ലാം വഴിയിലൂടെ സമ്പാദിക്കാൻ കഴിയുമോ ആ രീതിയിലൂടെ പടച്ചവനെ എന്തിനാ അല്ലാഹുവിനെ പോലും കച്ചവടമാക്കുകയാണ്. കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന പലരെയും കാണാം. ഇതുപോലെയുള്ള സ്ഥലത്തുകൂടെ ഉമർ തങ്ങൾ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ആ കുറഞ്ഞ അടിമകളിൽ എന്നെ നീ പെടുത്തണേ അല്ലാ. എന്നെ കുറഞ്ഞ അടിമകളിൽ പെടുത്തണം തമ്പുരാന്. ആ ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണം തമ്പുരാന്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെടുകയാണ്. ഈ മനുഷ്യൻ എന്താണ് ദുആ ചെയ്യുന്നത്? ഈ മനുഷ്യൻ എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, എന്നെ ആ കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാനെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ദുആ ചെയ്യുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അതാ ഉമർ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരായത്ത് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. വഖലീലും മിൻ ഇബാദിക ശകൂർ. അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നത് ഒരു കുറഞ്ഞ വിഭാഗമാണ്. കുറച്ചുപേര് മാത്രമേ അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞവരിലാണ് എനിക്ക് പെടേണ്ടത്. അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്ന, അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെ നീ പെടുത്തണേ അല്ലാ എന്നാ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. പടച്ച റബ്ബേ, ഉമർ തങ്ങളും ദുആ ചെയ്യുകയാ. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ. അല്ലാഹുവേ, എന്നെയും ആ കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാന്. നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്ന, നിനക്ക് ശുക്ർ ചെയ്യുന്ന ആ ഒരു കുറഞ്ഞ വിഭാഗത്തിൽ എന്നെ പെടുത്തണേ എന്ന് അവിടെ നിന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ അധികം പേരും നന്ദി കാണിക്കാത്തവരാണ്. അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നവരാ. പക്ഷേ തിരിച്ച് അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് മടിയാടോ? നമ്മൾ പലതും മറന്നു പോവുകയാണ്. നമ്മൾ പലതും കാണാത്തവരെ പോലെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമയാകണം. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന അടിമയാകണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ രണ്ട് കാലുകൾ നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ
ഇങ്ങനെ കാല് നീര് കെട്ടുന്ന രീതിയിൽ അവിടെ നിങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങക്കെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, നിങ്ങളല്ലേ സ്വർഗം തുറക്കുന്നത് എന്ന് നബി തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പറഞ്ഞത്, ആയിഷ അല്ലാഹുവിന് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരടിമയാകണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണം, നന്ദി കാണിക്കുന്നവരാകണം. സഹോദര, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന ആ നായ എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, അതിന് പോലും പടച്ചവനെ നിനക്കൊരു പരിചയവുമില്ല. ആ കാണുന്ന നാൽക്കാലിക്ക് പോലും നീ അല്പം ഭക്ഷണം കൊടുത്താൽ, അല്പം വെള്ളം കൊടുത്താൽ, അതുപോലും നിന്നെ എവിടെ വെച്ച് കണ്ടാലും നന്ദി കാണിക്കുമോടോ സഹോദര. പക്ഷേ അതുവാ മനസ്സ് പോലും നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന അടിമകളാകണം. അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ചില അടിമകളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന ചില അടിമകളെ കുറിച്ച് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുകയാ. ആരെ കുറിച്ചാ അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ഒരടിമയെ പരിചയപ്പെടുത്തുന്നത്? പടച്ചവനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിയുടെ ചരിത്രം കാണാ സഹോദര. അല്ലാഹുവേ 980 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ദുർരിയത മൻ ഹമൽനാ മഅ നൂഹിൻ ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന ഒരടിമയാണെന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുകയാ. എന്തുകൊണ്ടാണ് അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ? നൂഹ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ, അല്ലാഹുവിനെ വല്ലാതെ നന്ദി കാണിക്കുന്ന അടിമയാണ് നൂഹ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, നൂഹ് നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? കാല നൂഹ് അലൈഹിസ്സലാം ഇദാ ലബിസ സൗബൻ. അതാ നൂഹ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. നൂഹ് നബി അലൈഹിസ്സലാം ഒരു വസ്ത്രം ധരിച്ചാൽ, ഒരു വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം എടുത്തു കഴിഞ്ഞ അവിടെന്ന് പറയും അൽഹംദുലില്ലാഹ്. അവിടെ അൽഹംദുലില്ലാഹ് പറയുമായിരുന്നു. ഒരു ഭക്ഷണം കഴിക്കാനെടുത്താൽ, അല്പം വെള്ളം കുടിക്കാനെടുത്താൽ, പടച്ചവനെ എന്തു ചെയ്താലും നൂഹ് നബി പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന് ചെയ്യുന്ന ഒരു ശുക്റാണോ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വാചകമാണ് അൽഹംദുലില്ലാഹ്. നമ്മളിൽ പലർക്കും അതിന്റെ മഹത്വം അറിയില്ല, അതിന്റെ പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. ജീവിതത്തിൽ ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തന്നാലും അല്ല തരുന്നതല്ലേ. നിന്നെയും പടച്ച റബ്ബ് തന്നതാണ് ദുഃഖവും സന്തോഷവും. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഇത് രണ്ടും തരുന്നത് അല്ലാഹുവാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ അൽഹംദുലില്ലാഹ് പറയാൻ കഴിയണം സഹോദരാ. അത് എന്തുമാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗസുൽ ആലമിനെ കുറിച്ച് പറയുന്ന മാസമായിരുന്നല്ലോ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ, മഹാനവറുകളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, അങ്ങയുടെ കഥാ ചരക്കുമായി വന്ന കപ്പല് മുങ്ങിപ്പോയി തങ്ങള്. മഹാനായ ഗൗസുൽ ആലമിനോട് പറയുമ്പോ അവിടെ പറഞ്ഞത് അൽഹംദുലില്ലാഹ്. ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോ സങ്കടമില്ല, നിലവിളിയില്ല, ഒന്നുമില്ല. മഹാനവറുകൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്. പോയ പറഞ്ഞ മനുഷ്യന് പോലും അത്ഭുതം തോന്നിയടോ. പോയി പറഞ്ഞ മനുഷ്യന് പോലും അത്ഭുതം തോന്നുകയാണ്. പിന്നീട് കുറെ കഴിഞ്ഞു ഒരാൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നിങ്ങളുടെ ചരക്ക് കപ്പലല്ല,
നിങ്ങളുടെ ചരക്ക് കപ്പലല്ല, മറ്റൊരാളുടെ ചരക്ക് കപ്പലാണ് മുങ്ങിപ്പോയത്. നിങ്ങളുടെ കപ്പലിനൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോഴും ഗൗസുൽ ആലം പറഞ്ഞത് അൽഹംദുലില്ലാഹ്, ഒരു സന്തോഷവുമില്ലടോ, ഒരു മാറ്റവുമില്ലടോ. ആദ്യം അൽഹംദുലില്ലാഹ് പറയുമ്പോൾ ഉള്ള അതേ അവസ്ഥ തന്നെയാണ്. പടച്ചവനെ അങ്ങയുടേതല്ല വേറെ ആളുടേതാണെന്ന് പറഞ്ഞപ്പോഴും പ്രത്യേകമായിട്ടൊരു മാറ്റമൊന്നുമില്ല. ഇതാണ് സഹോദര നമുക്ക് വേണ്ട ഒരു സ്വഭാവം. ഇതാണ് ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ. എന്തിനാ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ ഉസ്താദ് ഉൾപ്പെടെ വാഴ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പടച്ചവനെ ഉസ്താദിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. ക്യാൻസർ എന്ന് പറയുന്ന ഒരു വലിയ രോഗമാണ് അല്ലാഹു കൊടുത്തത്. പടച്ചവനെ രോഗമാണെന്ന് ഡോക്ടർ പറയുമ്പോ സാധാരണ എല്ലാവരും വല്ലാതെ ഭയപ്പെടുന്ന സമയമാ, വല്ലാതെ പേടിക്കുന്ന സമയമാ, സങ്കടപ്പെട്ടു പോകുന്ന സമയമാ. എന്നാ ശൈഖുനാരുടെ അടുക്കൽ വന്നിട്ട് രോഗം ഇതാണെന്ന് പറയുമ്പോ ഉസ്താദ് പറഞ്ഞ മറുപടി അൽഹംദുലില്ലാഹ്. ഇതാണോ അല്ലാഹു തരുന്ന നിഅമത്ത്? അത് എന്തുമാകട്ടെ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. എന്നാ നമ്മളിൽ പലരും അൽഹംദുലില്ലാഹ് പറയാൻ പോലും മടിയുള്ളവരാ. നമ്മളിൽ അധികം പേരും അൽഹംദുലില്ലാഹ് പറയാൻ പോലും മടിയാ. നമുക്ക് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അൽഹംദുലില്ലാഹ് പറയാൻ പഠിക്കണം. എന്ത് വന്നാലും അത് ഉസ്താദന്മാർക്കും അറബികൾക്കും മാത്രം ഉള്ളതല്ല, നിനക്കും ഉള്ളതാ. ആരെന്തി വെച്ചാലും നീ അൽഹംദുലില്ലാഹ് പറ. ലാഭം മാത്രമേ ഉള്ള, നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് പറയണം. അത് എന്തുമാണെങ്കിലും. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിക്കടോ. അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും അൽഹംദുലില്ലാഹ് പറയാൻ പഠിക്കണം. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലെ ഒരു വിരൽ പഴുക്കുകയാണ്. വല്ലാത്ത വേദനയായി വൈദ്യന്മാരെ കൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു, തങ്ങളെ വിരൽ മുറിച്ചു മാറ്റണം. ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, വിരൽ മുറിച്ചു മാറ്റണം. മഹാനവറുകളെ സമ്മതിച്ചില്ല. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു പഴുക്കാൻ തുടങ്ങി. ആ പഴുപ്പ് മുകളിലേക്ക് വ്യാപിച്ചു തുടങ്ങി. ഉർവ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും വൈദ്യന്മാരോട് കാണിച്ചു. അവര് പറഞ്ഞു, വിരലല്ല മുറിക്കേണ്ടത്, കാൽപത്തി മുറിച്ച് കളയണം തങ്ങളെ, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്. ഉർവ തങ്ങളെ തയ്യാറായില്ല. പടച്ചവനെ പിന്നീടും കാലിന് വല്ലാത്ത വേദനയായി പഴുപ്പ് മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഉർവ റളിയല്ലാഹു തആല അൻഹു അവസാനം വൈദ്യന്മാരുടെ മുമ്പിൽ മൂന്നാമതും പോയി. അവര് പറഞ്ഞു, അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്, ഇനിയെങ്കിലും സമ്മതിക്കതങ്ങള്. അവസാനം അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിച്ചു. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ തയ്യാറായി. ഒരു ലഹരി പദാർത്ഥം, കള്ളുപോലെയുള്ള ഒരു ലഹരി പദാർത്ഥം കൊണ്ടുവന്ന് ഉർവ തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാ. ഇത് കുടിക്കണം തങ്ങള്. ഉർവ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഇത് കുടിക്കുന്നത്? ഇത് കള്ളാണല്ലോ, കുടിക്കൽ ഹറാമാണല്ലോ. അവര് പറഞ്ഞു, തങ്ങളെ കുടിച്ച വേദന അറിയാതിരിക്കാനാണ്. ഇത് കുടിച്ചു കഴിഞ്ഞ കാല് മുറിക്കുന്ന സമയത്ത് വേദനയ്ക്ക് അല്പം കുറവുണ്ടാകും, അറിയാതിരിക്കാനാ. അതുകൊണ്ട് ഉർവ തങ്ങളോട് പറയുമ്പോ ഉർവ തങ്ങൾ പറഞ്ഞു, കള്ള് കുടിച്ചിട്ട് എന്റെ കാല് മുറിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ. ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടാ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഉളുവെടുത്തു നിസ്കരിച്ചു. അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി അവിടെ നമസ്കാരത്തിലേക്ക് കടന്നു. ഫാത്തിഹ ഓതി സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്തതെന്ന് ചരിത്രം പറയുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ
നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീലാ. ഉർവതങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാരെ കടന്നു വന്നു. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു ജീവനോടെ നിൽക്കുമ്പോ ഒരു അനശേഷിയുമില്ല, ഒരു മരവിപ്പിക്കലുമില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലങ്ങ് വെട്ടിമുറിക്കുകയാ. സഹോദരാ, സിനിമാ കഥയല്ല പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഉർവതങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. അവിടെ നിന്ന് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാ. അറിഞ്ഞില്ല പെങ്ങള്, അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാല് മുറിച്ചു മാറ്റിയ ദുർബതങ്ങൾ അറിഞ്ഞില്ല. നിസ്കാരം തുടർന്നു കൊണ്ടിരിക്കുകയാ. പടച്ചവനെ പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുന്നത് പോലെ രക്തമൊഴുകാൻ തുടങ്ങി. ഉർവതങ്ങളുടെ കാലിൽ രക്തം നിൽക്കുന്നില്ല. വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുമോ? സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച സൈത്തണ്ണ മുക്കിക്കഴിഞ്ഞാൽ ബ്ലഡൊഴുകുന്നത് നിൽക്കുമടോ? അവരതാണ് ചെയ്തിരുന്നത്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലേക്ക് സൈത്തണ്ണ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് ആ എണ്ണയങ്ങ് മുക്കുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. കാരണം എന്തെന്നറിയോ? ആ സമയത്ത് ഉർവതങ്ങൾ ഓതുന്ന ആയത്തേതാ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ കൊണ്ടുവരുന്ന രംഗം. ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താ ഉർവതങ്ങൾ ഓതുന്നത്. തിളച്ച എണ്ണ മുക്കിയിട്ട് അറിഞ്ഞില്ല പെങ്ങള്. അവസാനം ബോധം കെട്ട് താഴെ വീണോ? ഉർവതങ്ങളെ ബോധം കെട്ട് താഴെ വീണോ? ഉർവ റളിയല്ലാഹു തആല അൻഹുവിനെ അവസാനം വൈദ്യന്മാരും മരുന്നൊക്കെ വെച്ച് കെട്ടി. പടച്ചവനെ ടെൻഷനായടോ വൈദ്യന്മാർക്ക്. അല്ലാഹുവേ, ബോധം വരുമ്പോ എങ്ങനെയാ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുന്നത്? തങ്ങൾക്ക് സങ്കടമാകുമല്ലോ, തങ്ങൾക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതിയിട്ട് ബോധം വരുന്നതും കാത്തു വൈദ്യന്മാര് നിൽക്കുമ്പോ ഒരു കുടുംബക്കാരൻ ഓടി വരികയാ. ഒരു കുടുംബക്കാരൻ ഓടി വരികയാ. പടച്ചവനെ, എന്തിനാണ് ഓടി വരുന്നത്? ഉർവതങ്ങളെവിടെ? ഉർവതങ്ങളെവിടെ? എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, അതാ ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. കാല് മുറിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ചെറിയ മകൻ മരിച്ച വാർത്തയുമായിട്ടാണ് ആട് കുടുംബക്കാരൻ വന്നത്. രണ്ടാമത്തെ സങ്കടമായടോ. അങ്ങനെ അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ അവിടത്തെ കാല് നിസ്കരിക്കുമ്പോ മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. ഉർവതങ്ങളുടെ മറുപടിയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർ അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, കുടുംബക്കാരൻ വന്നു പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു തങ്ങള്. അൽഹംദുലില്ലാഹ്. വല്ലാത്ത അത്ഭുതമാടോ, വല്ലാത്ത അത്ഭുതമാടോ. പടച്ചവനെ, തന്റെ ഒരു കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ എന്തിനാ തങ്ങളെ സങ്കടമില്ല? അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. ഉപതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹു എനിക്ക് ഒരുപാട് 7ഓളം മക്കളുണ്ടായെന്ന ചരിത്രം പറയുന്നു. ഒരെണ്ണത്തെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി 6 അല്ലാഹു ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഇതാണ്
സഹോദരാ, അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ എന്തു വന്നാലും അതൊരു വലിയ നല്ല സ്വഭാവമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവമാണ്. അല്ലാഹുവേ, എന്ത് ചെയ്താലും അവിടെന്ന് പറയും അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഒരു പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹു നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോ, അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറയുകയാ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അല്ലാഹുവിന് നന്ദി ചെയ്തിരുന്ന ഒരടിമയാണ്, അല്ലാഹുവിന് ശുക്ർ ചെയ്തിരുന്ന ഒരടിമയാണ്. പടച്ചവനെ, രണ്ടാമതൊരു പ്രവാചകന്റെ ചരിത്രം കാണാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറയുമ്പോഴും അല്ലാഹു തന്നെ പറയുന്നു, അല്ലാഹുവേ, ഇബ്രാഹിം നബി നന്ദിയുള്ള ഒരടിമയാണെന്ന്. എന്തേ ഇബ്രാഹിം നബിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ, ഇബ്രാഹിം നബിക്ക് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല. എപ്പോഴും ആരെങ്കിലും കൂടെ വേണം സഹോദരാ. ഒരു പാവപ്പെട്ടവനെങ്കിലും കൂടെ ഇല്ലാതെ ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കാറില്ല. പടച്ചവനെ, ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എടുത്തു വെച്ചു. പക്ഷേ കൂടെ കഴിക്കാൻ ആളെ കിട്ടിയില്ല. ഇബ്രാഹിം നബി തിരഞ്ഞു നടക്കുകയാണ്. അന്ന് വൈകുന്നേരം വരെ ഇബ്രാഹിം നബി തിരഞ്ഞു നടന്നു. പടച്ചവനെ, ആരെയും കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി ഇരുന്ന് കരയുകയാ. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് കരയുകയാണ്. പടച്ചവനെ, അതാ അല്ലാഹുവേ, മലക്കുകൾ ഇറങ്ങി വരികയാണ്. മനുഷ്യന്റെ രൂപത്തിലും മലക്കുകൾ കടന്നു വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവര് പറയുന്നു, നബിയേ, ഞങ്ങൾക്ക് കുഷ്ഠരോഗമാണ് നബിയേ, ഞങ്ങളുടെ കൂടെ ഇരിക്കരുത്, ഞങ്ങൾക്ക് കുഷ്ഠരോഗമാണ്. ഇബ്രാഹിം നബി പറയുന്നു, അൽഹംദുലില്ലാഹ്, നിങ്ങൾ എന്തായാലും എന്റെ കൂടെ വരണം, നിങ്ങൾ എന്തായാലും എന്റെ കൂടെ വരണം. കാരണം അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു പരീക്ഷണം അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്. ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, അല്ലാഹുവിന് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമായത് കൊണ്ടാ അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത്. വഅദ കേൾക്കാമെന്നവര് വെറുപ്പുള്ളത് കൊണ്ടല്ല ക്യാൻസർ തന്നത്. അല്ലാഹു നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല നിനക്ക് മക്കളെ തരാത്തത്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പടച്ചവന് പരീക്ഷണം തരുമടോ. ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകുടിയനോ വ്യഭിചാരിക്കോ പലിശ തിന്നുന്നവനോ അല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. ആ പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരുന്നെന്ന ചരിത്രം പറയുമ്പോ സഹോദരാ, ഇബ്രാഹിം നബി പടച്ചവര്, ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത ഏതാണ്? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. പടച്ചവനെ ആരെങ്കിലും ഇല്ലാതെ കഴിക്കാൻ തയ്യാറാകില്ല. അതുകൊണ്ടാണ് അല്ലാഹു ഇബ്രാഹിം നബിയെ ഖലീൽ എന്ന് വിളിച്ചത്. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് നന്ദിയുള്ള ഒരടിമയാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത്. പടച്ചവനെ, മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹുവേ, അവിടുത്തെ സ്വഭാവവും അങ്ങനാടോ. കാണാൻ വരുന്നവർ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെ, ഒറ്റയ്ക്കിരുന്ന് കഴിക്കില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ സുബഹിന്റെ സമയത്ത് ഞാൻ എന്റെ മരണപ്പെട്ടു പോയ ജ്യേഷ്ഠന് ഞാനും കൂടെ ഉസ്താദിനെ കാണാൻ വന്നു. അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, വെള്ളം അപ്പം കണ്ടാണെന്ന് തോന്നുന്നു, പത്തിരി അപ്പലം കണ്ട ഉസ്താദ്. അങ്ങനെ ഉസ്താദിന്റെ ഒരു വലിയ സ്വഭാവം, ഒരുമിച്ചൊരു പാത്രം അൽഹംദുലില്ലാഹ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം അങ്ങനെ, കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുക്കും. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരിക്കൽ
ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആളെ തിരഞ്ഞു നടന്നപ്പോ ഒരു ചങ്ങാതി കിട്ടി. ഓനെ വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. ഓനെ വിളിച്ചുകൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഭക്ഷണം കഴിക്കാൻ എടുത്തു കൊടുത്തു. പക്ഷെ ഈ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ബിസ്മി പറഞ്ഞില്ല. അദ്ദേഹം ബിസ്മി പറഞ്ഞില്ല. ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ എന്തേ ബിസ്മി പറയാത്തെ? നിങ്ങളെന്തേ, നിങ്ങളുടെ പേരെന്തേ? അവസാനം സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ആ മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, അമുസ്ലിമായ ഒരാളാണ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു മനുഷ്യനാണ്. ഇബ്രാഹിം നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആ മനുഷ്യനെ ഭക്ഷണം കൊടുക്കാതെ അവിടെ ഇറക്കി വിടുകയാണ്. ഇബ്രാഹിം നബി അവിടെ നിന്ന് പറഞ്ഞു വിട്ടടോ. ആ മനുഷ്യന് സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ അതാ പടച്ചവൻ പറയുന്നു, ഇബ്രാഹിം നബിയേ, ആ മനുഷ്യൻ ഇത്രയും കാലം ആരാ ഭക്ഷണം കൊടുത്തത്? ആരാണ് ഇത്രയും കാലം ഇബ്രാഹിം നബിക്ക് ഭക്ഷണം കൊടുത്തത്? അല്ലാഹുവേ, നീയാണ് പടച്ചവന്. അല്ലാഹുവേ, നീയാണ് പടച്ചവന്. അല്ലാഹു പറയുന്നു, ഇബ്രാഹിമേ, അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കാത്തവനാണ്, എന്നെ അംഗീകരിക്കാത്തവനാണ്. അവൻ അംഗീകരിക്കാത്തവനായിട്ടും ഞാൻ അവൻ ഇന്ന് വരെ ഒരു ദിവസം പോലും പട്ടിണിക്കിട്ടിട്ടില്ല. ആ മനുഷ്യൻ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് ഞാനാ. നിനക്ക് ഒരു നേരം പറ്റിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി ഓടുകയാണ്. ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് വിട്ട ആ മനുഷ്യനെ തേടികെട്ടി ഇബ്രാഹിം നബി ഇറങ്ങി ഓടുകയാ. ഇബ്രാഹിം നബിയെ കാണുമ്പോ ആ മനുഷ്യനും പേടിച്ച് ഓടാൻ തുടങ്ങി. ഇബ്രാഹിം നബി പുറകെ ഓടി. അവസാനം ഓടി ഓടി ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി പറയുന്നു, എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വരൂല, എന്നെ കളിയാക്കി ഇറക്കി വിട്ടതല്ലേ, എന്നെ വേദനിപ്പിച്ച് ഇറക്കി വിട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ വരൂല. ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾ വന്നേ പറ്റൂ. ഇബ്രാഹിം നബിയുടെ മുഖം പാടുന്നുണ്ടോ, കണ്ണുകൾ കരഞ്ഞതിന്റെ അടയാളം കാണാം. അവസാനം ആ മനുഷ്യൻ ചോദിച്ചു, എന്തു പറ്റി പെട്ടെന്ന് ഒരു മാറ്റം വരാറ്? ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരാതെ ഇറക്കി വിട്ടപ്പോ അല്ലാഹു എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു എന്നോട്, വിശ്വാസിയല്ലാത്ത നിങ്ങൾക്ക് ഇത്രയും കാലം ഭക്ഷണം കൊടുത്തത് അല്ലാഹുവാണല്ലോ, ഒരു നേരം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അല്ലാഹു എന്നെ വഴക്കു പറഞ്ഞെന്ന് പറയുമ്പോ ആ മനുഷ്യൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഈ വിശ്വാസിയല്ലാത്ത എന്റെ കാര്യത്തിൽ നിങ്ങളുടെ ദൈവം പറഞ്ഞോ? എന്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടോ? ഇബ്രാഹിം നബി പറഞ്ഞു, ഇടപെട്ടെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് ആ മനുഷ്യന് കടന്നു വന്നു. ഇതുപോലെ പറയാൻ ഒരുപാട് ചരിത്രം ശൈഖുനായിക്കുമുണ്ടോ. അതുകൊണ്ട് എന്റെ സഹോദരാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന ഒരടിമയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത് അല്ലാഹു ഒരു കുടുംബത്തെ കുറിച്ച് പറയുകയാ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. പടച്ചവനെ, നന്ദിയുള്ള അടിമകളാണെന്ന്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ, ദാവൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് പറയാറുള്ള കാരണം എന്തെന്നറിയോ? ദാവൂദ് നബി ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യാനുള്ള സമയം അവിടെ നിന്ന് ക്രമീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഭാര്യയുടെ സമയം കൊടുത്തു, ആമക്കൾക്ക് സമയം കൊടുത്തു, പെൺമക്കൾക്ക് സമയം കൊടുത്തു, തനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയമെടുത്തു. ഓരോരുത്തർക്കും പടച്ചവനെ വിഹിതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇബാദത്തിന്റെ സമയങ്ങൾ വിഹിതം വെച്ച് കൊടുത്തിരിക്കുകയാ. അതാ ചരിത്രം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പ ഭൂമിയിലേക്ക് നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ വീടിനകത്ത് ഇബാദത്താ. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പ ഭൂമിയിലേക്ക് നോക്കിയാലും കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീടിനകത്ത്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീടിനകത്ത് ഒന്നെങ്കിൽ ദാവൂദ് നബി, അല്ലെങ്കിൽ സുലൈമാൻ നബി, അല്ലെങ്കിൽ തന്റെ ഭാര്യ, അല്ലെങ്കിൽ മക്കള്, ആരെങ്കിലും
ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ്, അവിടെ മുടങ്ങാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അല്ലാഹു അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവര് നന്ദിയുള്ള ഒരു കുടുംബമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മഹാനായ പടച്ചവനെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ, ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന 4 പേരിൽ ഒരാളാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സമ്പന്നനായ പ്രവാചകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമോ? സുലൈമാൻ നബിയോട് ഉമ്മ പറയാറുണ്ട്, മോനെ, നീ ഖിയാമത്ത് നാളിലെ ഫക്കീറാകല്ലേ മോനെ, നീ ഖിയാമത്ത് നാളിലെ ഫക്കീറാകല്ലേ മോനെ. ആരാ ഫക്കീറാരാ? പടച്ചവനെ, ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. കാലത്ത് ഉമ്മു സുലൈമാൻ ഇബ്നു ദാവൂദ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് വിളിക്കുന്നു, യാ ബനി യാ ബുനയ്യ, ഉമ്മാടെ പൊന്നുമോനെ, ലാ തഖ്സുറുൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ അധികമായിട്ട് ഉറങ്ങല്ലേ, രാത്രിയിൽ അധികമായിട്ട് ഉറങ്ങല്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ പറയുകയാ, ഫഇന്ന കസറത്തുൻ നൗമ ബില്ലൈൽ, അവിടെന്ന് പറയുന്ന മോനെ, രാത്രിയിൽ അധികമായി ഉറങ്ങുന്നവര് അവര് നാളെ ഖിയാമത്ത് നാളിലെ ഫക്കീറാ. അതുകൊണ്ട് രാത്രിയിൽ നീ അധികമായിട്ട് ഇബാദത്ത് ചെയ്യണേ. അത് നന്ദിയുള്ള ഒരടിമയുടെ അടയാളമാണ്. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഉറൂസില് കടന്നു വന്നവര് അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരടിമയെ പറഞ്ഞു തരട്ടെ. എല്ലാവരോടും ചോദിക്കുന്നത്, നിനക്ക് അല്ലാഹനെ ഇഷ്ടമാണോ? എല്ലാവരും പറയുന്നു, ഇഷ്ടമാണ് ഉസ്താദേ, ഇഷ്ടമാണ് ഉസ്താദേ. എന്നാ സഹോദരാ, അല്ലാഹന് നിന്നെ ഇഷ്ടമാണോ? അല്ലാഹന് നിന്നെ ഇഷ്ടമാണോ? നമ്മൾ അല്ലാഹനെ സ്നേഹിക്കുന്നടോ, ആ സ്നേഹിക്കുന്ന റബ്ബ് നമ്മളെ തിരിച്ചു സ്നേഹിക്കണോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്തെന്നറിയുവോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. ഈ അത്തിപ്പറ്റക്കാര് മുഴുവനും പാതിരാത്രി കിടന്നുറങ്ങുമ്പോ എല്ലാവരും തന്റെ വിരിപ്പിനകത്ത് തന്റെ പ്രിയപ്പെട്ടവരുടെ ചാരത്തു പുതപ്പിനകത്ത് കിടന്നു സുഖിച്ചുറങ്ങുമ്പോ ആ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു നല്ല സ്വഭാവമുണ്ടോ? അവന് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ. ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണോ? സഹോദരാ, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാവാകട്ടെ പകലാകട്ടെ അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് മറക്കല്ലേ. നീ അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്ത്. ലൈൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു പറയുകയാണ്, നിനക്ക് ഞാൻ വാരിക്കോരി തരാ. നിനക്ക് എന്തു വേണമെങ്കിലും അല്ലാഹു തരും. സഹോദരാ, നീ എത്രത്തോളം അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ അതിനനുസരിച്ച് അല്ലാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.